വെൽക്കം ടു എജുബി. ഞാൻ ആശ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് വർക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടൈം ഓഫ് വർക്കിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ഈ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ തന്നെ ട്രൈ ചെയ്യുക. കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി എങ്ങനെയാണ് ഞാൻ കൂടി ചെയ്യുന്നത് എന്നൊന്ന് വെരിഫൈ ചെയ്യുക. ഇനി എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വീണ്ടും നോക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of efficiency of A and B is 4:5. If A can do the work alone in 30 days, then C can do the work alone in 20 days. Find the number of days taken to complete the work if all of them work together. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എഫിഷ്യൻസി റേഷ്യോയും എയും ബിയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് നമ്മൾ ആദ്യം എഴുതാനായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ABC എഴുതി. അപ്പോൾ എഫിഷ്യൻസി ഡേറ്റ ആണ് പിന്നെ തന്നിരിക്കുന്നത്. A:B എഫിഷ്യൻസി റേഷ്യോ 4:5 ആണെന്ന് പറയുന്നുണ്ട്. A can do a piece of work alone in 30 days. ഓക്കെ, അപ്പം എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എഴുതുന്നു. C can do a piece of work alone in 20 days. Okay, then we have to find out the number of days required by all of them work together. എല്ലാവർക്കും കൂടി വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡേയ്സ് ഉണ്ട്, നമ്മുടെ കറസ്പോണ്ടിങ് എഫിഷ്യൻസി ഓഫ് ദ പേഴ്സൺ ഉണ്ട്. ദെൻ ഡേ ഇൻറ്റു എഫിഷ്യൻസി. ഒരു ദിവസം 4 വർക്ക് ചെയ്യുന്ന A 30 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ടോട്ടൽ വർക്ക് എത്ര ആണ് വരുന്നത്? 120 ആണ്. അതായത് 30 × 4 ആണ്. അപ്പം ഈ ടോട്ടൽ വർക്കാണ് ഇവർ 3 പേരും ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 3 പേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ദിവസമാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഡേയ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് A + B + C. അതിൽ എയും ബിയും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് സിയുടെ വാല്യൂ അല്ലേ വേണ്ടത്. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഞാൻ ടോട്ടൽ വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 6 ടൈംസ്. 6 + 4 10 + 5 15 ആണ് ടോട്ടൽ എഫിഷ്യൻസി. എൻ്റെ ടോട്ടൽ വർക്ക് 120 ഡിവൈഡ് ബൈ 15 ഈക്വൽ ടു 8 ഡേയ്സ് ആണ്. എന്താവശ്യമായിട്ടുള്ളത്? A + B + Cക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 8 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ E ആണ്. ഇപ്പോൾ നമുക്ക് ആദ്യമേ ആൻസർ വന്നതല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത്ര ഈസി ആയിട്ട് മാത്രമേ വരുള്ളൂ, കാരണം നമുക്ക് സമയം തരത്തില്ല. നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാൻ പറയുന്നു, നമുക്ക് അതിന് സമയം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഈസി ആക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ നോക്കുക. ഇഫ് A completes 75% of the work in 12 days and B is 60% more efficient than A, then how many days B will complete 45% of the total work? Okay, first of all 75% of the work അല്ലെങ്കിൽ 3/4 of the work ചെയ്യാനായിട്ട് Aക്ക് 12 days വേണം. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് Aക്ക് എത്ര ദിവസമാണ് വേണ്ടത്? 12 × 4/3. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ പഠിച്ചതാണ്. 16 ഡേയ്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ A എഴുതുന്നു, B എഴുതുന്നു. Aക്ക് 16 ഡേയ്സ് ആണ് വേണ്ടത്. B is 60% more efficient than A. ഓക്കെ, അപ്പം B is 60%. അപ്പോൾ 3/5. B is 60% more efficient than A. B എന്ന് പറയുന്ന ആള് Aനേക്കാളും 60% എഫിഷ്യൻസി കൂടുതലാണ്. ആരെ വെച്ചാണോ പറയുന്നത്? അവന് ഡിനോമിനേറ്റർ അതർ പേഴ്സണിന് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ വാല്യൂ 5:8% വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഞാൻ ആ എഫിഷ്യൻസി കമ്പാരിസൺ ഇവിടെ ഒന്ന് കൊടുക്കുവാണ്. 5:8 എന്ന് കൊടുക്കുന്നു. Then we have to find out the number of days required by B alone to complete 45% of the total work. Okay, then നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേയ്സ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വരുന്നത്? 16 × 5. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിക്ക് വേണ്ട ദിവസം എത്ര? ബിക്ക് വേണ്ട വെറുതെ ഉള്ള ദിവസം വേണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, 45% ഓഫ് ദ വർക്ക്. ഓക്കെ, അതായത്
9/20 ഇൻറ്റു 45/100. 45/100 എന്ന് പറയുന്നതിന് പകരം നമുക്ക് 9/20 ഇൻറ്റു 16 ഇൻറ്റു 5. ഇതും ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 4 ടൈംസ്, ഇതും ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 4 ടൈംസ്. ഓക്കെ, അതായത് 36 വർക്കാണ് ചെയ്യേണ്ടത് ആർക്ക്? ബിക്ക്. അപ്പം നമുക്ക് ബി നീഡ്സ്, ബിക്ക് എത്ര ദിവസം വേണ്ടത്? ബി നീഡ്സ് 36 ബൈ എഫിഷ്യൻസി ഓഫ് ബി 8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9/2 ഡേയ്സ് ആണ് നമ്മുടെ ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ബൈ ബി ടു കംപ്ലീറ്റ് 45% ഓഫ് ദ ടോട്ടൽ വർക്കിന് ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പം നമുക്ക് നമ്മളിപ്പോൾ ചെയ്തത് അതേപോലെ തന്നെയാണ്. നമ്മൾ ആ ടൈം വർക്കിൻ്റെ ബേസ് തന്നെയാണ് നമ്മളിവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പെർസെൻറ്റേജ് കമ്പാരിസണും പെർസെൻറ്റേജ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി 9/2 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A can complete 60% of the work in 9 days and A, B together can complete half of the work in 4.5 days. If A, B and C together can complete 40% of the work in 3 days and they are get the total wage of 1200, then what is the wage of B? Okay, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? Aക്ക് 60%, ഓക്കെ 60% ആകുമ്പോൾ 3/5 ഓഫ് ദ വർക്ക് ചെയ്യാനായിട്ട് 9 ഡേയ്സ്. അപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്യാനായിട്ട് 9 ഇൻറ്റു 5/3 15 ഡേയ്സ്. Aക്ക് 15 days. Okay, then A plus B together can do half of the work in 4.5 days. Okay, അപ്പം half of the work 4.5 ആണെങ്കിൽ full work ചെയ്യാൻ 9 days. A, B and C together can do 40% of the work 2/5 work in 3 days. ഞാൻ ഈ 2/5 ഒക്കെ എവിടെ നിന്ന് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നല്ലേ? അങ്ങനെ തോന്നലൊക്കെ ഉണ്ടോ? 60%, 40%, ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷൻ എഴുതുന്ന കേട്ടോ. നമ്മൾ പിന്നെ അത് വായിച്ചിട്ട് അത് എന്താണെന്ന് ആലോചിക്കരുത്. സ്പോട്ടിൽ തന്നെ ഇങ്ങനെ എഴുതാനായിട്ട് പഠിക്കുക. അപ്പോൾ 3 ഇൻറ്റു 5/2 15/2. ഗിവൺ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ LCM ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് മാത്രം നോക്കി LCM എടുത്താൽ മതി. 15 9 LCM 45 എന്ന് വരും. ഓക്കെ, 45/15 3 times, 45/9 5 times, 45/15/2 നമുക്ക് എന്താ വരുന്നത്? 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. If A, B and C together can complete 40% of the work in 3 days and they are get a total wage of 1200, then what is the wage of B? ഓക്കെ, അപ്പോൾ ഇവർ 3 പേരോട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്കാണ് ചെയ്യുന്നത്? 6 എഫിഷ്യൻസി. ഓക്കെ, 6 എഫിഷ്യൻസിക്കാണ് 1200 rupees കൊടുക്കുന്നത്. ദെൻ ഫൈൻഡ് ദ വേജ് ഓഫ് ബി. ബിയുടെ വേജ് എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് A plus B plus Cയുടേത് 6 ആണ്. അതിൽ A plus Bയുടെ 5 ആണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. A plus Bയുടെ വേജ് എത്രയാണ്? നമുക്ക് 5 ആണ് വന്നേക്കുന്നത്. അതിൽ Aയുടെ വേജ് എത്രയാണ്? 3 ആണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Bയുടെ എത്ര വരും? Bയുടേത് 2 എന്നാണ് വരുന്നത്. ഓക്കെ, Bയുടെ വേജ് 2. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ഇത് 3 ആണ്, Bക്ക് എത്ര വരുന്നത്? 2 ആണ്. അപ്പോൾ Cക്കാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ Cക്ക് 1 വേജ് എന്ന് കൊടുത്താനേ. ഓക്കെ, അപ്പം ആ ഒരു 2 വേജിന് കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഈ 2 വേജിനാണെങ്കിൽ ഇവിടെ ഇൻറ്റു 200 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 200 ആണ്. നമ്മുടെ ആൻസർ എത്ര വരുന്നത്? 400 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആൻസർ 400 rupees ആണ്. ആരുടെ? ഒരു ബി എന്ന് പറയുന്ന പേഴ്സണ് ആ 1200 നിന്ന് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ അവിടെ വേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവർ ദേ ആർ ഗെറ്റ് എ ടോട്ടൽ വേജ് ഓഫ് 1200. അവർ 3 പേരുടെ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയ്ക്ക് ആയിരിക്കും കൊടുക്കാനുള്ളത് 6. 6 in 1200 ആണെങ്കിൽ ബിയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി 2ന് എത്ര ആണെന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? കൺസെപ്റ്റ് ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20 boys can finish a piece of work in 15 days and 15 girls can finish the same work in 12 days.
if 40 boys and 20 girls work together, in how many days required to finish the work? Okay. അപ്പം 20 ബോയ്സിന് ഒരു വർക്ക് ചെയ്യാനായിട്ട് 15 ദിവസം വേണം. അതേപോലെ 15 ഗേൾസിന് അതേ സെയിം വർക്ക് തീർക്കാനായിട്ട് 12 ഡേയ്സ് വേണം. അങ്ങനാണെങ്കിൽ 40 ബോയ്സും 20 ഗേൾസും കൂടി ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ദ കറസ്പോണ്ടിങ് പേഴ്സൺസ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്കിന് 2 സെറ്റ് ഓഫ് ടീംസിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആൻഡ് കൺസെപ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്നു അല്ലേ, സെറ്റ് ഓഫ് പീപ്പിൾസ് തരുവാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 20 ബോയ്സിന് 15. ഓക്കെ, ഒരു ബോയുടെ എഫിഷ്യൻസി ഞാൻ ബി ആണെന്ന് എടുത്തെങ്കിൽ 20 ബോയുടെ എഫിഷ്യൻസി 20B ഇൻറ്റു 15 ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക്. ഇത് അവർ ചെയ്ത ടോട്ടൽ വർക്ക്. അതെന്ന് പറയുന്നത് ഗേൾസ് ചെയ്ത ടോട്ടൽ വർക്കിന് ഈക്വൽ ആണ്. ഇൻറ്റു 12, 15 ഗേൾസ് ഇൻറ്റു 12. ഓക്കെ, ദെൻ ഈ 15ഉം ഈ 15ഉം കട്ട് ചെയ്ത് പോകുന്നു. B/G ഈസ് ഈക്വൽ ടു 12/20 വിച്ച് ഈസ് ഈക്വൽ ടു 3/5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ എഫിഷ്യൻസി കിട്ടി? ഗേളിൻ്റെയും ബോയുടെയും എഫിഷ്യൻസി കിട്ടി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വർക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എഫിഷ്യൻസി ഇട്ട് കൊടുത്ത് ഈ ഒരു ടീമിൻ്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഈ ഒരു ടീമിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇവിടെ ഇട്ടെന്ന് കണ്ടുപിടിക്കാം. 40 ഇൻറ്റു ഒരു ബോയ്ക്ക് 3 ആണ്, പ്ലസ് 20 ഇൻറ്റു ഒരു ഗേളിന് 5 ആണ്. ഓക്കെ, ദെൻ നമുക്ക് 20 ഇൻറ്റു 5 100 പ്ലസ് 120 220 ആണ് ഇവിടുത്തെ ടോട്ടൽ എഫിഷ്യൻസി. ഓക്കെ, ദെൻ റിക്യൂർഡ് ഡേയ്സ് ഈസ് ഈക്വൽ ടു total work divided by efficiency of the corresponding persons. ഓക്കെ, ടോട്ടൽ വർക്ക് ഒന്നെങ്കിൽ ഇതിലിടാം അല്ലെങ്കിൽ ഇതിലിടാം. ഏതിലിട്ടാലും നിങ്ങൾക്ക് ഒരേ ആൻസർ തന്നെ വരുന്നത്. അപ്പോൾ 20 ഇൻറ്റു ബോയുടെ എഫിഷ്യൻസി 3 ആണ്, ഇൻറ്റു 15 ഡിവൈഡ് ബൈ 220. ദെൻ ഇതും കട്ട് ചെയ്യുന്നു, ഇതും കട്ട് ചെയ്യുന്നു 11. അതായത് 45/11. അതായത് 45 ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ 45/11 ഞാൻ ഇങ്ങനെ എടുക്കുന്നു. 45ൽ എത്ര തവണ 11 പോകും? 4 ടൈംസ്. 4 ടൈംസ് 11 ആണെങ്കിൽ 44. ബാക്കി റിമൈൻഡർ 1 വരുന്നത് അല്ലേ. അപ്പോൾ 44 1/11 ഡേയ്സ് ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം വരുന്ന ടൈം ഓഫ് വർക്കിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സെറ്റ് ഓഫ് ബോയ്സിന് ജോലി തീർക്കാൻ എത്ര ദിവസം, അത് മറ്റൊരു സെറ്റ് ഓഫ് ഗേൾസിന് എത്ര ദിവസം, എങ്കിൽ ഇവർ രണ്ടുപേരോട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എത്ര ദിവസം വേണം എന്നുള്ളൊരു രീതി. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളങ്ങ് ചെയ്തങ്ങ് പോകുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. A and B can do a piece of work in 20 days. B is 25% more efficient than A. If C joined with them and the work finished in 15 days, and then find the number of days taken by C alone to complete the work. Okay, അപ്പം എയും ബിയും കൂടി ഒരുമിച്ചൊരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്ന് പറയുന്നുണ്ട്? 20 ദിവസം വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ A + Bക്ക് 20 ദിവസമാണ് വേണ്ടത്. B is 25% more efficient than A. B is 25% more efficient than A. 25% 1/4. Aക്ക് 4 ആണെങ്കിൽ Bക്ക് 5 ആണ്. ഓക്കെ, then C joined them with and the work was finished in 15 days. ഓക്കെ, അപ്പം എയും ബിയുടെയും കൂടി സിയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും? 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും. അങ്ങനാണെങ്കിൽ സിക്ക് തനിയെ വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. A + Bക്ക് ഒരു ജോലി തീർക്കാൻ എത്ര ദിവസമാണ് നമുക്ക് വേണ്ടത്? 20 ഡേയ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഡേറ്റയിൽ നിന്ന് എനിക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചുകൂടെയോ? കാരണം A + Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് A + Bയുടെ എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്താൽ നമുക്ക് ടോട്ടൽ വർക്കായി. അതായത് 9 4 + 5 9 ഇൻറ്റു 20 180 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് എയും ബിയും സിയും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത്? 15 ദിവസം കൊണ്ട്. അപ്പോൾ A + B + Cയുടെ എഫിഷ്യൻസി എന്താ? വർക്ക് ബൈ എഫിഷ്യൻസി.
വർക്ക് ബൈ എഫിഷ്യൻസി അല്ല, എഫിഷ്യൻസി ആണ് നമുക്ക് വേണ്ടത്, വർക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ 9 × 20 ഡിവൈഡ് ബൈ എത്ര ദിവസം കൊണ്ടാണ് ഇവർ ആ വർക്ക് തീർക്കുന്നത്? 15. ഓക്കെ, ഇവിടെ 15 കൊടുക്കുന്നു, 3 വട്ടം വെട്ടുന്നു, 5 വട്ടം, ഇവിടെ 3 വട്ടം, ഇതുമായിട്ട് വെട്ടുന്നു 4 വട്ടം. ദെൻ ആ ഒരു A + B + Cയുടെ എഫിഷ്യൻസി എത്ര വന്നേക്കുന്നത്? എയും ബിയും സിയും കൂടി ചേർന്ന എഫിഷ്യൻസി 12 ആണ്. അതിൽ A + Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്നുണ്ട്? 9 എന്നുണ്ട്. അപ്പം 12 - 9 3 ആണ് ആരുടെ എഫിഷ്യൻസി? നമ്മുടെ സിയുടെ എഫിഷ്യൻസി, എഫിഷ്യൻസി ഓഫ് സി. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിക്ക് ആ ഒരു ജോലി തനിയെ ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ വർക്ക് 9 × 20 ഡിവൈഡ് ബൈ 3 എന്താ നമുക്ക് വേണ്ടത്? 60 days ആണ് ആർക്കാ ഒരു ജോലി തീർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്? സിക്ക് തനിച്ച് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A and B together can do a piece of work in X days. Working alone, A and B can do the same work in X + 8 and X + 18 days respectively. Then find the number of days required by A and B together to complete the same work. Okay, then ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എക്ക് A + Bക്ക് ഒരു വർക്ക് തീർക്കാൻ X days ആണ് വേണ്ടത്. ഓക്കെ, എക്ക് അതേ വർക്ക് തീർക്കാനായിട്ട് X + 8 ഡേയും ബിക്ക് അതേ വർക്ക് തീർക്കാനായിട്ട് X + 18 ഡേയുമാണ് വേണ്ടത്. അപ്പോൾ ഇത് നോർമൽ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഒക്കെ വന്ന് പോകുന്നൊരു പാർട്ടാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. A + Bക്ക് ഇത്രയാണെങ്കിൽ ആ പറയുന്ന ദിവസത്തിനേക്കാളും ഇത്ര ദിവസം കൂടുതലാണ് എക്ക്, ആ പറയുന്ന ടുഗദറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിനേക്കാളും ഇത്ര ദിവസം കൂടുതലാണ് ബിക്ക്. അങ്ങനെയാണെങ്കിൽ ഓൾവേസ് ആൻഡ് ഓൾവേസ് ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ എക്സ്ട്രാ വരുന്ന ഡേയ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്കിവിടെ A + Bക്ക് ടുഗദറായിട്ട് അത് ഇത് കണ്ടുപിടിക്കണം. എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വരുന്നത് 80 + 64 144. നമ്മുടെ റിക്വേർഡ് ഡേയ്സ് എത്രയാണ്? 12 days ആണ് അവർക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് ആ പറയുന്ന ജോലി തീർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാൻ കൺസെപ്റ്റ് എന്താ വന്നേക്കുന്നതെന്ന്. ടുഗദറായിട്ട് ചെയ്യാനുള്ള ദിവസം തന്നിരിക്കും. അതിനുശേഷം ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഇത്ര ദിവസം കൂടുതൽ ഇത്ര ദിവസം കൂടുതൽ ആ ടുഗദറായിട്ട് എടുക്കുന്നതിനേക്കാളും ഇത്ര കൂടുതലും തന്നു കഴിഞ്ഞാൽ ആ ടുഗദറായിട്ടുള്ള ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ആ എക്സ്ട്രാ വന്നേക്കുന്ന ഡേയ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ആൻസർ എന്താ വന്നേക്കുന്നത്? 12 days ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിത് നമ്മുടെ ചാപ്റ്റർ വൈസ് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് എക്സ്ട്രാ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. പിന്നെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിന് അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുള്ളൂ, ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് എ വർക്കിംഗ് alone takes 4 more days than A and B and B alone takes 9 more days A and B together, then find the number of days taken by A and B together to finish the job. ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. A + B ടുഗദർ ആയിട്ട് ചെയ്ത ഡേയ്സ്, A + Bയുടെ ടുഗദർ ഡേയ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ചെയ്തത് എക്ക് എത്ര കൂടുതലാണ്? 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 9. ഓക്കെ, 4 × 9 നമുക്ക് എന്താ വരുന്നത്? 36, which is equal to 6 days ആണ് അവർക്ക് ടുഗദറായിട്ട് ആ ഒരു വർക്ക് തീർക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഞാൻ പിന്നെ എക്സ് ഇട്ട് തന്നത് അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, A can complete a piece of work in 10 and 1/8 days more than 10 and 1/8 more days than A and B together. Again, other pattern question. B takes 12.5 hours more than to a work alone.
than A and B together. Okay, അപ്പോൾ ബിക്ക് ആണെങ്കിൽ എയും ബിയും ചെയ്യുന്നതിനേക്കാളും 12.5 ഡേയ്സും എക്ക് ആണെങ്കിൽ എ പ്ലസ് ബി ചെയ്യുന്നതിനേക്കാളും 10 and 1/8 ഡേയ്സ് മോർ ആയിട്ട് വേണം. എങ്കിൽ ബിക്ക് ആ ഒരു വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണം? ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താൽ ഇതൊന്നും മാറ്റമുണ്ട് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ, കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം തന്ന ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, അത് ഞാൻ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി തന്നതാണ്. രണ്ടാമത്തെ പ്രീവിയസ് ഇയർ ആണ്, ഇതും പ്രീവിയസ് ഇയർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് 10 and 1/8 എക്സ് പ്ലസ് 10 and 1/8. ബി എന്ന് പറയുന്നത് 12.5 പ്ലസ് എക്സ്, എ പ്ലസ് ബി എക്സ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ഒന്നുകൂടി എക്സ് പ്ലസ് 10 × 8 80 പ്ലസ് 1 81/8 ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇതിനെ എനിക്ക് ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √81/8 ഇൻറ്റു 12.5 നമുക്ക് 25/2 ഒന്ന് കൊടുത്തൂടെ, 25/2. ഓക്കെ, 12.5 ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുവാണെങ്കിൽ 9 × 5/√16, അതായത് 45/4, 45/4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതല്ല ചോദിച്ചേക്കുന്നത്, എക്സിൻ്റെ വാല്യൂ അല്ല ചോദിച്ചേക്കുന്നത്, ബിക്ക് എത്ര ദിവസം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ബിക്ക് ആണെങ്കിൽ എത്ര ദിവസം കൂടി ഉണ്ട്? 12.5 ഡേയ്സ് കൂടെ ഉണ്ട്. ഓക്കെ, അതായത് 45/4 പ്ലസ് 25/2, അല്ലെങ്കിൽ അതിനെ നമുക്ക് 15 × 2 × 2 ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ അങ്ങ് സെയിം ആയി 95/4 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കുവാണെങ്കിൽ 9ൽ എത്ര തവണ 4 പോകും? 2 ടൈംസ്. 15ൽ എത്ര തവണ പോകും? 3 ടൈംസ്. പോയിട്ട് എത്രയുണ്ട്? 4 3s are 12, 3/4. ഓക്കെ, അപ്പം 23 and 3/4 ഡേയ്സ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് ചെയ്യാനും ചിന്തിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ജസ്റ്റ് പഠിക്കാനൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അത് ബിയുടെ ഡേയ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 12.5 ഡേയ്സ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു എക്സ്ട്രാ കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇത് ആ ഒരു ബാച്ചാണുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ നമുക്ക് എത്ര വരുന്നത് നമുക്കൊന്ന് നോക്കാം. 23 and 3/4 ഡേയ്സ് എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 35 men can do a piece of work in 18 days. After 8 days from the start of the work, some men left. If the remaining work was completed, the remaining men in 14 days. Then find the number of men left after the 8 days from the start of the work. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 35 men ചേർന്ന് ഒരു വർക്ക് തീർക്കാനായിട്ട് എത്ര ദിവസം വേണം? 18 ദിവസം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 35 മെന്നിന് ഒരു വർക്ക് തീർക്കാൻ 18 days ആണ് വേണ്ടത്. ഓക്കെ, ആഫ്റ്റർ 8 days ഫ്രോം ദ സ്റ്റാർട്ട് ഓഫ് ദ വർക്ക് തുടങ്ങി 8 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയി. ഇഫ് ദ റിമൈനിങ് വർക്ക് completed the remaining men in 14 days. ആ റിമൈനിങ് വർക്ക് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാർ ചേർന്ന് 14 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. Then find the number of men left 8 days ഫ്രോം ദ സ്റ്റാർട്ട് ഓഫ് ദ വർക്ക്. എത്ര പേരാണ് ലെഫ്റ്റ് ആയത്? 8 ദിവസം കഴിഞ്ഞിട്ട് എത്ര പേരാണ് ലെഫ്റ്റ് ആയത്? ഓക്കെ, ഇതാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് എഫിഷ്യൻസി എം എന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 35 × m × 18 ആണ്. അപ്പോൾ ഈ വർക്കാണ് അവർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തെ 8 ദിവസം അവരെന്ത് ചെയ്തു? 35 men 8 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്രയോ പേര് പോയി. ബാക്കിയുള്ളവർ NM ആണെന്ന് ഞാൻ എടുക്കുന്നു. അവർ 14 ദിവസം വർക്ക് ചെയ്താണ് 35 m × 18 വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലയോ? ആദ്യം 35 men ഉണ്ടായിരുന്നു, അവർ 8 ദിവസം വർക്ക് ചെയ്തു. അപ്പം ആ ഒരു ജോലി അവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ എത്ര men ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു നമ്പർ ഓഫ് men ഉണ്ടെന്ന് എടുക്കുന്നു. അവരാണ് എന്ത് ചെയ്തത്? 14 ദിവസം ജോലി കംപ്ലീറ്റ് ചെയ്തത്. ജോലി ചെയ്താണ് ടോട്ടൽ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണേ. ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ n × m × 14 is equal to 35 m × 18 minus 35 m × 8.
Okay, then നോക്കുക, ഇവിടെ രണ്ടിടത്തും 35 m × 8 18. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 35 m × 10. ഇതും ഇതുമായിട്ട് കട്ട് ചെയ്തങ്ങ് പോകുന്നു. ഓക്കെ, ഇതും ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു. 7 വെച്ച് കട്ട് ചെയ്യുന്നു 5 ടൈംസ് 2 ടൈംസ്. ഇവിടെയും ഇവിടെയും കട്ട് ചെയ്യുന്നു 5 ടൈംസ്. ഓക്കെ, അപ്പോൾ n ഈസ് ഈക്വൽ ടു ഓക്കെ ദെൻ ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? 25 men ആണ്. ആ ഒരു 14 ദിവസം അവിടെ നിന്ന് പണി ചെയ്തത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് men left after 8 days from the start of the work. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 8 ദിവസം കഴിഞ്ഞപ്പോൾ എത്ര മെന്ന് ലെഫ്റ്റ് ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര മെൻ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല, എത്ര പേര് ലെഫ്റ്റ് ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 25 പേരാണ് ലാസ്റ്റ് വരെ അവിടെ നിന്നത്. അപ്പോൾ 35 നിന്ന് 25 ആവണമെങ്കിൽ എത്ര പേരാണ് ആദ്യത്തെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത്? അതെന്നാണ് 10 പേരാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 35 25 ആവണമെങ്കിൽ 10 പേരാണ് അവിടെ ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെയ്തതിൽ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. എല്ലാം നമ്മൾ പഠിച്ച പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ആ ഒരു രീതിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10 men can do a piece of work in 18 days and 15 women can do the same work in 24 days. If the work is started by 5 men and 6 women and they work are required to complete the work. Okay, അപ്പോൾ നമുക്ക് നോക്കുക, വർക്ക് തീർക്കാം. 15 വുമൺ ആണെങ്കിൽ അതേ വർക്ക് ചെയ്യാനായിട്ട് സെയിം വർക്ക് ചെയ്യാനായിട്ട് 24 days ആണ് വേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? if the work was started by 5 men and 6 women and they work for 10 days. After that all the remaining work is done by 5 men. Okay, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ 5 മെന്നും 6 വുമണും കൂടെ ചേർന്ന് 10 ദിവസം ജോലി ചെയ്തു. അപ്പോൾ കുറച്ച് വർക്ക് തീർന്നു കാണുമല്ലോ. ഇനി അതിനുശേഷം ബാക്കിയുള്ള ജോലി തീർക്കുന്നത് 5 മെൻ നിന്നിട്ടാണ്. അങ്ങനാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് how many days in total are required to complete the work? എത്ര ദിവസം കൊണ്ടാണ് ഒരു വർക്ക് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നിന്ന് ഒരു ടോട്ടൽ വർക്ക് കിട്ടും, ഇവിടെ നിന്ന് ഒരു ടോട്ടൽ വർക്ക് കിട്ടും, രണ്ടും തുല്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മെന്നിൻ്റെയും ആ ഒരു വുമണിൻ്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഡേറ്റ് തന്നേക്കുന്നത്. അപ്പോൾ 10 m × 18 is equal to 15 w × 24. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 5 വെച്ച് കട്ട് ചെയ്യുന്നു 2 ടൈംസ്, ഇവിടെ 3 ടൈംസ്. എഗെയിൻ ഞാൻ 3 വെച്ച് കട്ട് ചെയ്യുന്നു ഇതുമായിട്ട് 6 ടൈംസ്. ഓക്കെ, ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 4 ടൈംസ്. ദെൻ men by woman is equal to 4/2 which is equal to 2/1. ഓക്കെ, ദെൻ നമ്മുടെ ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ടോട്ടൽ വർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുവാണ് കേട്ടോ. ടോട്ടൽ വർക്ക് 10 men into 18, that is 10 into 2 into 18, അതാണ് ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് ചെയ്യാനായിട്ട് ആരൊക്കെയാണ് വന്നേക്കുന്നത്? നമുക്കിപ്പോൾ ടോട്ടൽ വർക്ക് ആണെങ്കിൽ 360 ആണ് കേട്ടോ നമ്മുടെ ടോട്ടൽ വർക്ക്. വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. ആദ്യം 5 മെന്നും 6 വുമണും കൂടി 10 ഡേയ്സിൽ വർക്ക് ചെയ്തു. 5 men plus 6 women 10 ഡേയ്സിൽ വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു നോക്കാം. മെന്നിൻ്റെ എഫിഷ്യൻസി 2ഉം വുമണിൻ്റെ എഫിഷ്യൻസി 1ആണ്. ഓക്കെ, അപ്പോൾ 5 × 2 plus 6 × 1, 5 × 2 plus 6 × 1 × 10 which is equal to 10 plus 6 160 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര വർക്ക് തീർക്കണം? ഓക്കെ, 360 വർക്ക് തീർക്കണം. ഓക്കെ, റിമൈനിങ് വർക്ക് 360 - 160 നമുക്ക് എത്രയാണ്?
200 വർക്ക് ഉണ്ട്. അത് ആരാണ് ചെയ്യുന്നത്? അത് നമ്മുടെ മെൻ മാത്രമാണ് ചെയ്യുന്നത്. 5 men ആണ് ചെയ്യുന്നത്. അപ്പോൾ 5 men അത് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് നോക്കാം. 200 വർക്ക് 5 ഇൻറ്റു ഒരു മെന്നിൻ്റെ എഫിഷ്യൻസി 2 ആണ്. 2 എഫിഷ്യൻസിയിൽ എത്ര ദിവസം വേണം? 20 days ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വർക്ക് എല്ലാം കൂടി തീർക്കാനായിട്ട് എത്ര ദിവസം വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു 10 days ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 ദിവസം, പിന്നെ നമുക്കിത് ഈ ഒരു 20 ദിവസം, മൊത്തത്തിൽ എത്ര ദിവസമാണ്? 10 + 20 30 days ആണ് നമ്മുടെ ഈ ഒരു ജോലി തീർക്കാനായിട്ട് ഈ പറയുന്ന ടീമിന് ആവശ്യമായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് നമ്മൾ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എടുത്തേക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. 30 days ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 30 days വരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ 30 days ആണ് നമുക്ക് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി ഡേയ്സ് ഇൻ ടോട്ടൽ ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്? എത്ര ഡേയ്സ് ആണ് മുഴുവനായിട്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു 10 ദിവസം ഇൻക്ലൂഡഡ് ആണ്. ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹൗ മെനി ഡേയ്സ് ഇൻ ടോട്ടൽ, മുഴുവനായിട്ട് എത്ര ദിവസമാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു 10 days-ഉം ഈ പറയുന്ന 20 days കൂടെ ചേർന്നാണ് 30. ഇവിടെ 20 വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ ഇങ്ങനെ ഈ ലാസ്റ്റ് കിട്ടി 20 അങ്ങ് മാർക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇൻ ടോട്ടൽ മുഴുവനായിട്ട് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് തന്നെ ആൻസർ കൊടുക്കുക. ഇനി ഈ 20 ആൻസർ വരുന്നതെങ്കിൽ ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 5 men എത്ര ദിവസമാണ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. ഇപ്പോൾ കൺഫ്യൂഷൻ മാർക്ക് കാണുമല്ലോ. 5 men റിമൈനിങ് വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ 20 days എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആ ഒരു ആൻഡ് കൺസെപ്റ്റ് വെച്ചുള്ള MWൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം റിമൈനിങ് വർക്ക് എടുത്തു, ബാലൻസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, three persons A, B and C can complete 11.11%, 5% and 6.66% of work in one day. In how many days the work will be complete if all three work together? ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3 person A, B, Cക്ക് ഒരു ജോലി ചെയ്യാൻ, ജോലിയുടെ എക്ക് 11.11 പാർട്ട് ഓഫ് ദ വർക്ക് തീർക്കാനായിട്ട് എക്ക് 11.11 per പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? ഓക്കെ, കറക്റ്റ് ആണ് 1/9. 1/9 ഓഫ് ദ വർക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം. അപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്യാനായിട്ട് 9 days. ബിക്ക് 5% ആകുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 1/20. 1/20 പാർട്ട് വർക്ക് തീർക്കാനായിട്ട് 1 day. അപ്പോൾ ടോട്ടൽ വർക്ക് തീർക്കാനായിട്ട് 20 day. സിക്ക് 6.66 ആണെങ്കിൽ 1/15. 1/15. ഓക്കെ, 1/15 ആണ് 6.6. 1/15 വർക്ക് ചെയ്യാനായിട്ട് 6.66 1 days. ഓക്കെ, അപ്പം 15 days. ഓക്കെ, ദെൻ ടോട്ടൽ വർക്ക് നമുക്ക് എത്ര വരുന്നത്? നമുക്ക് ഏറ്റവും വലിയ നമ്പർ 20 ആണ്. 20ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കാം. 40 9 പോകത്തില്ല, 60 9 പോകത്തില്ല, 60 80 പോകത്തില്ല, 100 പോകത്തില്ല, 120 140 150 180 പോകത്തില്ല, 160 180. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് 180 എടുക്കാം. ദെൻ ഇവിടുത്തെ എഫിഷ്യൻസി 20. ഇവിടുത്തെ എഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 9 എന്ന് വരും. ഇവിടുത്തെ എഫിഷ്യൻസി ആണെങ്കിൽ 1 times 2 times 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ഡേയ്സ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇഫ് ഓൾ ദ 3 വർക്ക് ടുഗദർ. അപ്പോൾ 3 പേരുടെ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുക? 3 പേരുടെ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ 20 + 9 29 + 10 39 41. 41 ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. തീർക്കാനുള്ള വർക്ക് 180. അപ്പോൾ ഡേയ്സ് ഈസ് ഈക്വൽ ടു 180 /
41. Okay, 180 divided by 41. അപ്പം 4 ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 164 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത് 16/41. ഓക്കെ, 416/41 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവർ പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് ആണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട. പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ, ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു വാല്യൂസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, ദെൻ എ ഗ്രൂപ്പ് ഓഫ് men decided to do a job in 4 days, but 20 men dropped out every day. Then find the number of men who initially decided to do the job if the job was completed in 7 days. Okay, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കരുതി 4 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എത്ര ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒരു n നമ്പർ ഓഫ് പേഴ്സൺസ് വിചാരിക്കുകയാണ് 4 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ. ബട്ട് 20 men dropped out every day. എല്ലാ ദിവസവും 20 പേഴ്സൺസ് വെച്ച് അവിടെ നിന്ന് നിർത്തിയിട്ട് പോകുന്നുണ്ടാണ്. Find the number of men who initially decided to do the job if the job was completed in 7 days. Okay, അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി എത്ര പേരാണ് അവിടെ ജോലി ചെയ്യാനായിട്ട് നിന്നത് എന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ 20 പേര് വെച്ച് പോകുന്നത് കൊണ്ട് 4 ദിവസം കൊണ്ട് തീരേണ്ട ജോലി 7 ദിവസം കൊണ്ടാണ് തീർന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ഫസ്റ്റ് ഡേ n നമ്പർ ഓഫ് പേഴ്സൺസ് അവിടെ ഉണ്ട്. സെക്കൻഡ് ഡേ n minus 20 persons are there. Third day n minus 20 into 2. 20 വെച്ച് പോവല്ലോ. ഫോർത്ത് ഡേ ആണെങ്കിലോ n minus 20 into 3. അങ്ങനെ. സെവൻത് ഡേ ആണെങ്കിലോ n minus 20 into നോക്കാം. ഫസ്റ്റ് ഡേ ആണെങ്കിൽ n പേഴ്സൺ, സെക്കൻഡ് ആണെങ്കിൽ n minus 20, തേർഡ് ആണെങ്കിൽ n minus 20 into 2, ഫോർത്ത് ആണെങ്കിൽ n minus 20 into 3, ദെൻ സെവൻത് ഡേ എന്തായിരിക്കും n minus 20 into 6. ഇതായിരിക്കും ആ പേഴ്സൺസിൻ്റെ എണ്ണം. ഫസ്റ്റ് ഡേ ഉള്ള പേഴ്സൺ, സെക്കൻഡ് ഡേ ഉള്ള പേഴ്സൺ, തേർഡ് ഡേ ഉള്ള പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണ് ഒരു എഫിഷ്യൻസി ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് n പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ n എന്ന് തന്നെ എടുത്തുവിടുകയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവർ ഓരോരുത്തരും ഓരോ ദിവസം ചെയ്ത ജോലികൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ടോട്ടൽ വർക്കിന് തുല്യമാവണം അല്ലേ. അപ്പോൾ ഈ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? n into 4 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് n പേഴ്സൺസ് n ആയതുകൊണ്ട് n into 4 എടുക്കുമ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദിവസം n പേഴ്സൺസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ദിവസം, ആദ്യത്തെ ഒരു ദിവസം ചെയ്ത ജോലി എന്ന് വെച്ചാൽ n നമ്പർ ഓഫ് പേഴ്സൺ ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ഡേയിലാണെങ്കിൽ n minus 20 പേഴ്സൺസ് ആണ് അവിടെ ഉള്ളത്. ആദ്യത്തെ ദിവസം ചെയ്ത ജോലി ഇത്. രണ്ടാമത്തെ ദിവസം അപ്പോഴും ഒരു ദിവസമേ ഉള്ളൂ, അപ്പോൾ ഇൻറ്റു 1. മൂന്നാമത്തെ ദിവസം n minus 20 into 2. ഇത്ര പേഴ്സൺസ് ആണ് അവിടെ ഉള്ളത്. അവർക്ക് പറ്റുന്ന അത്ര ജോലി ഇൻറ്റു 1. ഒരു ദിവസമാണ്. ഫസ്റ്റ് ദിവസം, സെക്കൻഡ് ദിവസം, തേർഡ് ദിവസം. ഓക്കെ, ദെൻ ഇവിടെ വേണമെങ്കിൽ ഇൻറ്റു 1 ഇടാം, കുഴപ്പമൊന്നുമില്ല. തേർഡ് ദിവസമാണെങ്കിൽ n minus 20, തേർഡ് ദിവസം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആണെങ്കിൽ 20 into 4 പ്ലസ് എക്സെട്ര പ്ലസ് n minus 20 into 6. ഇതാണ് അവർ ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ 1 2 3 4 ഇനി എത്ര n ഉണ്ടായിരിക്കും? ആദ്യത്തെ ദിവസം n ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. 7 n അവിടെ ഉണ്ടായിരിക്കും. പിന്നെ എല്ലായിടത്തും നോക്കുവാണെങ്കിൽ ഒരു -20 ഉണ്ട്. ഇവിടെ ഒരു -20 into 2 ഉണ്ട്, -20 into 3 ഉണ്ട്, എക്സെട്ര അപ് ടു -20 into 6 വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ 7n അതുപോലെ കീപ്പ് ചെയ്തു. -20 പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 20 വന്നു കഴിഞ്ഞാൽ 1 ആണ്, പ്ലസ് ഇവിടെ 2 ആണ്, പ്ലസ് 3 ആണ്, എക്സെട്ര അപ് ടു എന്നാണ് 6 ആണ്. ഓക്കെ, ദെൻ നമുക്ക് 7n -20 into 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമയമാണ്. ഇത് കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ വരുവാണെങ്കിൽ 10 25 വരെയൊക്കെ വരുവാണെങ്കിൽ n into n plus 1/2. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം n into n plus 1/2, അതായത് 6 into
n ഇൻറ്റു n പ്ലസ് 1/2 6 ഇൻറ്റു 7/2 21. ഓക്കെ, അപ്പം 21. ഓക്കെ, അതായത് 7n മൈനസ് 4 10. ഓക്കെ, ഇതാണ് ആ ഒരു ടീം ചെയ്ത ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് എന്തിന് തുല്യമാണ്? ഈ ടോട്ടൽ വർക്ക് നമ്മൾ ചെയ്ത 7n മൈനസ് 410 എന്ന് പറയുന്നതാണ് 4n തുല്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3n ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? 410 എന്ന് വരും. n ഈസ് ഈക്വൽ ടു 1 ടൈംസ് 3 പോകുന്നു, 420 ആണ് കേട്ടോ. 410 അല്ല, 420 ആണ്. ഞാൻ അവിടെ എടുത്തപ്പോൾ വാല്യൂ ഒന്ന് മാറിപ്പോയതാണ്. 1 ടൈംസ് 4/3, 1 ടൈംസ് നമുക്ക് 12-നകത്ത് 4 ടൈംസ് 140 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത 20 ഇൻറ്റു 2 എടുത്തപ്പോൾ ഞാൻ 41 എന്ന് തന്നെ എഴുതി. 42 ആണ്, 420 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നേക്കുന്നത്? 140% ആണ്. എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇനിഷ്യലി എത്ര പേരുണ്ടായിരുന്നു? 140% ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്തത് n%, സെക്കൻഡ് ഡേ n-20, തേർഡ് ഡേ n-20 ഇൻറ്റു 2, അതായത് 40 n-40, ഫോർത്ത് ഡേ n-20 ഇൻറ്റു 3, ഫിഫ്ത്ത് ഡേ n-20 ഇൻറ്റു 4, അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ സെവൻത്ത് ഡേ ആകുമ്പോൾ n-20 ഇൻറ്റു 6. ഇത് ഓരോ ദിവസമുള്ള പേഴ്സൺസിൻ്റെ എണ്ണം. ഇവരെല്ലാം ഇപ്പം n%, ഒരു ദിവസം ചെയ്ത വർക്ക് n ഇൻറ്റു 1, അടുത്ത ദിവസം ചെയ്തത് n-20 ഇൻറ്റു ആ ദിവസത്തെ വർക്ക് ഇൻറ്റു 1. ഓക്കെ, അതേപോലെ ഓരോരുത്തരും ചെയ്ത വർക്ക് ചെയ്തു, ആഡ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ ടോട്ടൽ വർക്കായ 4n തുല്യമായിട്ട് വരുന്നത്. കാരണം ഈ ജോലിയാണ് അവരെല്ലാവരും കൂടി ചേർന്ന് സ്പ്ലിറ്റായി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമുക്ക് ഇനിഷ്യലി ഉണ്ട പേഴ്സൺസിൻ്റെ എണ്ണം എത്രയാണെന്ന് വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു മെയിൻസ് ലെവൽ പാറ്റേണിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, A works thrice as fast as B and B works 50% more fast as C does. If all three working together can finish a task in 8 days with the help of D. If D alone can do the same work in 24 days, then in how many days will A and D together to finish 71 3/7% of the same work? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു എഫിഷ്യൻസി റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം 3 പേരും കൂടെ ചേർന്ന് ഡിനോടൊപ്പം 8 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നു. ഡി ആണെങ്കിൽ തനിച്ച് 24 ദിവസം കൊണ്ട് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ഈ ഡിയും കൂടി ഒരുമിച്ച് ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ വർക്ക് തീർക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു എഫിഷ്യൻസി കമ്പാരിസൺ തന്നെ ആദ്യമേ എടുക്കാം. A ഈസ് ത്രൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി. ഓക്കെ, അപ്പം ബിക്ക് 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി 3 ആണ്. ബി ഈസ് 50% മോർ എഫിഷ്യൻറ്റ് ദാൻ 50% എന്ന് പറയുമ്പോൾ 1/2. സിക്ക് 2 ആണെങ്കിൽ ബിക്ക് എന്താണ് 50%. ആ മേഖലയിലുള്ള ന്യൂമറേറ്ററിലുള്ള 1 കൂടി അഡീഷണൽ ഉണ്ട്, 3:2. ഓക്കെ, അപ്പോൾ ബി ഈസ്റ്റ് സി ഞാൻ 3:2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കാം, ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കാം. ഫില്ലിംഗ് മെത്തേഡ് റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ദെൻ ഇവിടെ 1 വെച്ച് ഫില്ല് ചെയ്യുന്നു, ഇതിൻ്റെ ലെഫ്റ്റിലുള്ള 1, ഇവിടെ റൈറ്റിലുള്ള 3 വെച്ച് ഫില്ല് ചെയ്യും. ദെൻ നേരെ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ ആയി. A:B:C റേഷ്യോ നമുക്ക് എന്താ വന്നേ? 9:3:2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റേഷ്യോ നമുക്ക് എത്ര വന്നേ? 9 + 3 12 2 14. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് all the three working together can finish a task in 8 days with the help of D. A plus B plus C plus D together can finish the work in 8 days. Okay, അതായത് A plus B plus C എഫിഷ്യൻസി 14 ആണ്. 14 പ്ലസ് ഡിയുടെ എഫിഷ്യൻസി എനിക്കറിയത്തില്ല, ഡി എന്ന് തന്നെ എടുക്കുന്നു. 8 ഡേയ്സ് കൊണ്ടാണ് ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡി തനിയാണെങ്കിൽ 24 ഡേയ്സ് കൊണ്ടാണ് ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. രണ്ടും സെയിം അല്ലയോ? അങ്ങനെ ആണെങ്കിൽ 14 പ്ലസ് ഡി ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 24. ഇതും കട്ട് ചെയ്യുന്നു 1:3 എന്ന് കൊടുക്കാം. അപ്പോൾ 14 പ്ലസ് ഡി ഈക്വൽ ടു 3D എന്ന് എടുക്കാം. 14 ഈസ് ഈക്വൽ ടു ഈ ഡി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 2D. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 7 ആണ്. എഫിഷ്യൻസി ഓഫ് ഡി നമുക്ക് എന്താ കിട്ടിയ ഇപ്പോൾ 7. ഓക്കെ, അപ്പോൾ ഡിയുടെ എഫിഷ്യൻസി 7 ആണെന്ന് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്, നമുക്ക് 17 3/7 പാർട്ട് ഓഫ് ദ സെയിം വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 17 1 and 3/7% എന്ന് പറയുമ്പോൾ
70 ഇൻറ്റു 7 490, 497 പ്ലസ് 3 500/700. പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 5/7 പാർട്ട് ഓഫ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡീൻ്റെ വാല്യൂ ഈ ടോട്ടൽ വർക്ക് കൊടുക്കാം കേട്ടോ. കാര്യം എന്താണ്, നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ഡീൻ്റെ വാല്യൂ 7 ആണ്, 7 ഇൻറ്റു 24 എന്ന് വന്നു. 7 ഇൻറ്റു 24. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ 5/7 പാർട്ട് തീർക്കാനായിട്ട് എ പ്ലസ് ബിക്ക് എത്ര ദിവസം വേണം? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ഡി എന്ന് പറയുന്നത് എ പ്ലസ് ഡി, എയുടേത് 9 ആണ്, ഡിയുടേത് 7 ആണ്, അപ്പോൾ 16. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 7 ഇൻറ്റു 24, 7 ഇൻറ്റു 24 ടോട്ടൽ വർക്ക്. അതിൻ്റെ 5/7 ചെയ്യാനായിട്ട് 16 എഫിഷ്യൻസിയിൽ എത്ര ദിവസം വേണം? 7 7 കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു, 3 times 2 times 15/2, 7.5. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 7.5 days required by A and D together to finish 71 3/7% of the same work. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ ആ ഒരു എഫിഷ്യൻസി കമ്പാരിസൺ ഒക്കെ വെച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മെയിൻസിന് പ്രതീക്ഷിക്കേണ്ടത്. ഒരു മെയിൻസ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7.5 ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. ദേ സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ and after 31 days B left the work and the whole work completed in 46 days. Then find the time in which A alone can complete the 50% of the work. Okay, അപ്പോൾ നമുക്ക് നോക്കാം. A and B together can do a piece of work in 40 days. Okay, എയ്ക്കും ബിക്കും കൂടി ചേർന്ന് ഒരു വർക്ക് തീർക്കാനായിട്ട് 40 days ആണ് വേണ്ടത്. They together start the work and after 31 days. ഓക്കെ, അപ്പോൾ 31 ദിവസം കഴിഞ്ഞതിന് ശേഷം ബി ലെഫ്റ്റ് ദ വർക്ക് ആൻഡ് ദ ഹോൾ വർക്ക് വാസ്, ആ ഫുൾ വർക്ക് തീർക്കാനായിട്ട് 46 days വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റിൽ നിന്ന് തന്നെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു 40. എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഒന്നും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻഡിവിജ്വൽ നമ്പറുടെ ഡേയ്സ് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എയുടെ എഫിഷ്യൻസി എ എന്നും ബിയുടെ എഫിഷ്യൻസി ബി എന്നും എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി 40 ദിവസം കൊണ്ട് ചെയ്തതാണ് എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് വരുന്നു. ഇനി ഈ വർക്ക് ചെയ്യാനായിട്ട് അവർ ഒരുമിച്ച് വന്നു, എ പ്ലസ് ബി ഒരുമിച്ച് വന്നു. എത്ര ദിവസം വർക്ക് ചെയ്തു എന്ന് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ 31 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? എ പ്ലസ് ബി എത്ര ദിവസം ഒരുമിച്ച് ഉണ്ടെന്നുണ്ട് കേട്ടോ. ടുഗദർ ആൻഡ് ആഫ്റ്റർ 31 days, 31 ദിവസത്തിന് ശേഷം ബി അങ്ങ് നിർത്തിയിട്ട് പോയി. ദെൻ അവിടെ ആര് മാത്രമേ ഉള്ളൂ? എ ഉള്ളൂ. The whole work was completed in 46 days. ഓക്കെ, അപ്പം 46 ദിവസം കൊണ്ടാണ് വർക്ക് തീർത്തത്. അപ്പം ആദ്യത്തെ 31 ആണ് ആ 46-ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്ന് മനസ്സിലാവുമല്ലോ. 31 ദിവസം കഴിഞ്ഞ് ബി നിർത്തിയിട്ട് പോകുമ്പോഴും ആ മുഴുവൻ വർക്കും തീർക്കാൻ ടോട്ടലായിട്ട് 46 ദിവസം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര? 31 ദിവസം കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കൂടെയാണ് ആര് നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ളത്? എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? എ പ്ലസ് ബി ഇൻറ്റു 40. അങ്ങനെ ചെയ്തപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. നോക്ക്, എ മൊത്തത്തിൽ ഇവിടെ ഒരു 31, ഇവിടെ ഒരു 15, 46. ബി ആണെങ്കിൽ 31 ദിവസം മാത്രം വർക്ക് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന 40 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് ഞാനിങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. എ ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ 9 ഇൻറ്റു എ പ്ലസ് ബി. 3 വെച്ച് കട്ട് ചെയ്യുവാണ്, 5 times 3 times. എ ബൈ എ പ്ലസ് ബി എത്ര വരുന്നത്? 3/5. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് എ എലോൺ ക്യാൻ കംപ്ലീറ്റ് 50% ഓഫ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ എക്ക് 50% ഓഫ് ദ വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പോൾ ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ 2. 50% ബൈ 2 വർക്ക് ചെയ്യാൻ എയുടെ എഫിഷ്യൻസി ഇതേ 3 ആണ് എഫിഷ്യൻസി ഓഫ് എ. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 5 ആണ്. 5 ഇൻറ്റു 40 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 5 ഇൻറ്റു 40/2 ദ ഹോൾ ബൈ എഫിഷ്യൻസി ഓഫ് എ എത്ര വരുന്നത്?
3 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോകുന്നു. 100/3 33 ആൻഡ് 1/3 ഡേയ്സ് ആണ് എക്ക് തനിയെ ആ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. 33 1/3 ഡേയ്സ് ആണ് എക്ക് തനിയെ ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു നല്ലൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അവർ എടുക്കുന്ന പാറ്റേൺ, രീതി, കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ ഇതേ ടൈപ്പ് ഇതേ മോഡലിൽ തന്നെയാണ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 33 ആൻഡ് 1/3 ഡേയ്സ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. To complete a certain task, X is 30% more efficient than Y, Z is 20% less efficient than Y. Okay. Working together, they can complete the task in 44 days. Y and Z together worked for 70 days. And the remaining work was completed by X alone. Okay. Then നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു certain task കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എക്സ് 30% more efficient than ആരെന്നാ പറഞ്ഞേക്കുന്നത്? X is 30% more efficient than Y. അപ്പോൾ X is to Y 30% 3/10. X is 30%. അപ്പോൾ 13 ആണെങ്കിൽ ഇത് 10 ആണ്. അടുത്തത് Z is 20% less, അതായത് 1/5. Z is 25% less efficient than Y. ഓക്കെ, അപ്പം വൈനെ വെച്ച് പറയുന്നതുകൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വൈക്ക് കൊടുത്തു. 25% ലെസ് ആയതുകൊണ്ട് ഇസഡിന് ഞാൻ എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. അപ്പോൾ നമുക്ക് കൊടുക്കുവാണെങ്കിൽ 13:10 ഡാഷ്. ഇവിടെ ആണെങ്കിൽ വൈ 5:4 ആൻഡ് അഗെയിൻ ഇവിടെ 5 ഇവിടെ 10. ഓക്കെ, നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ 13 × 5 10 × 5 10 × 4. ഓക്കെ, നമുക്ക് 5 വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എന്ത് വരും? 13:10:8 ആണ് നമ്മുടെ എഫിഷ്യൻസി റേഷ്യോ. ഇതല്ലാണ്ട് തന്നെ പറയാം കേട്ടോ. 13:10 ഈ ഇവിടുത്തെ വൈൻ്റെ വാല്യൂ നമുക്ക് എന്താ വന്നേക്കുന്നത്? 5 ആണ്. ഇവിടെ വൈൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള വൈൻ്റെ വാല്യൂ സെയിം ആക്കിയാൽ മതി. അതിനായിട്ട് × 2 ചെയ്യുക. അപ്പോൾ ഇവിടെ × 2 ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. 13:10:8 എന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ വൈനെയും കൂടി × 2 എടുത്ത് 10 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഓൾമോസ്റ്റ് എല്ലാ വാല്യൂ സെയിം. വൈൻ്റെ വാല്യൂ അവിടെ സെയിം, ഇവിടെ സെയിം. അപ്പോൾ എല്ലാ വാല്യൂവും കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ റേഷ്യോയുടെ പാറ്റേണിൽ ഞാനൊന്ന് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇതൊന്ന് ഫോളോ ചെയ്ത് പഠിക്കേണ്ട. നമുക്ക് പിന്നെ പഠിപ്പിക്കുമ്പോൾ അത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ working together they can complete the task in 44 days. Okay, അപ്പോൾ a plus b plus e യുടെ എഫിഷ്യൻസി, സോറി x plus y plus z ൻ്റെ എഫിഷ്യൻസി 23 plus 8 41. സോറി 23 plus 8 31 കേട്ടോ. 10 plus 13 23 plus 8 31. x plus y plus z 31 ആണ് എഫിഷ്യൻസി. 3%ൻ്റെയും കൂടി എഫിഷ്യൻസി. അവർക്കൊരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്ന് പറഞ്ഞേക്കുന്നത്? 44. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. വൈ ആൻഡ് ഇസഡ് ടുഗദർ വർക്ക് ഫോർ 70 days. വൈയും ഇസഡും വൈ പ്ലസ് ഇസഡ് 70 days വർക്ക് ചെയ്തു. ആൻഡ് ദ റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എക്സ് അലോൺ. ബാക്കിയുള്ള വർക്ക് എക്സ് തനിച്ച് എത്രയോ ദിവസം ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 31 × 44 എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം എക്സ് × ടി ഈസ് ഈക്വൽ ടു 31 × 44 മൈനസ് വൈ പ്ലസ് ഇസഡിൻ്റെ എഫിഷ്യൻസി എന്താ വരുന്നത്? വൈ പ്ലസ് ഇസഡ്. വൈ പ്ലസ് ഇസഡിൻ്റെ എഫിഷ്യൻസി 18 × 70 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്ര വരുന്നത്? 13 ടി ഈസ് ഈക്വൽ ടു, നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 31 × 44. ഓക്കെ, അപ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫസ്റ്റ്. ദെൻ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യുക. നമ്മുടെ ഒരു ബട്ടർഫ്ലൈ മെത്തേഡ്. 4 × 3 12 പ്ലസ് 1 × 4 4 16 6 എഴുതുന്നു, 1 ക്യാരി കൊടുക്കുന്നു. ഫൈനൽ സ്റ്റെപ്പ് 4 × 3 12 plus 1 13 1 3 6 4 മൈനസ്
10 × 7 70, 7 56. അപ്പം 70ഉം 56ഉം 126 ഒരു 0 കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത് 104. അപ്പോൾ T is equal to 104/13. നമുക്ക് എത്ര ദിവസമാണ് വരുന്നത് 8 days ആണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആർക്ക് ആവശ്യമായിട്ടുള്ളത് X alone. Okay, the remaining work will be completed by X alone. Xന് ആ ബാക്കിയുള്ള ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം, Xന് ബാക്കിയുള്ള ജോലി ചെയ്യാൻ ആ Y Zഉം കഴിഞ്ഞിട്ട് ബാക്കിയൊരു ജോലി Xന്റെ എഫിഷ്യൻസിയിൽ എത്രയോ ദിവസം ചെയ്യുമ്പോഴാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്, ആ ദിവസമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 8 days ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മെയിൻസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം ഓഫ് വർക്കിൽ ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റംസിലും ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒറ്റ കൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചാപ്റ്ററാണ് ടൈം ഓഫ് വർക്ക്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.